Hey, yeah, Swati here. Welcome to my channel. ഇവിടെ ഇപ്പോൾ സമ്മറാണ്. സമ്മർ ആയതുകൊണ്ട് തന്നെ രാവിലെ എണീക്കുമ്പോൾ കുറച്ചധികം സൺലൈറ്റും വെയിലൊക്കെ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യാറുണ്ട്. എന്നും എക്സ്പെക്റ്റേഷൻസ് ഒന്നും കറക്റ്റ് ആവാറില്ല. പതിവ് പോലെ ഇന്നും ശരിയായില്ല. ഇന്നത്തെ ക്ലൈമറ്റിൻ്റെ അവസ്ഥ ഇതാണ്. വീടിൻ്റെ അടുത്തുനിന്ന് വെറും ഒരു 3-4 മിനിറ്റ് മാത്രമേ ദൂരമുള്ളൂ കേട്ടോ എനിക്ക് ട്രാം സ്റ്റോപ്പിലേക്കും ബസ് സ്റ്റോപ്പിലേക്കും ഒക്കെ. എവിടെയെങ്കിലും പോകണമെങ്കിൽ ബസ് വേണോ ട്രാം വേണോ എന്നൊക്കെ ആരെങ്കിലും ചോദിച്ചാൽ ഐ ഓൾവേസ് ചൂസ് ദ ട്രാം. ട്രാമിൽ യാത്രയ്ക്ക് കുറച്ചും കൂടി കംഫർട്ടബിളാണ്. ഞാൻ ഇന്ന് പോകുന്നത് മാഞ്ചസ്റ്ററിലെ ചൈന ടൗണിലേക്കാണ്. എനിക്കറിയാം ലണ്ടനിലുള്ള ചൈന ടൗണിനെ കുറിച്ച് കുറച്ചധികം ആൾക്കാർക്കൊക്കെ അറിയുന്നുണ്ടാവും. ഇവിടെ മാഞ്ചസ്റ്ററിലും ചൈന ടൗൺ ഉണ്ട് കേട്ടോ. പറഞ്ഞു വരുന്നത് ചൈനയും മാഞ്ചസ്റ്ററും തമ്മിലുള്ള ഒരു അന്തർധാര. ഒരു ഏർലി 20s ചൈനക്കാർ ഇമിഗ്രൻസ് ആയിട്ട് മാഞ്ചസ്റ്ററിൽ വരുന്നത്. പിന്നെ കുറച്ച് ബിസിനസ്സൊക്കെ ചെയ്ത് ഇവിടെ എസ്റ്റാബ്ലിഷ് ആവുകയാണ് ചെയ്തത്. ഈ കാണുന്ന ആർച്ച് വേ ആണ് ചൈന ടൗണിലേക്കുള്ള എൻട്രി. നിങ്ങൾ എത്ര പേര് ഇത് പറഞ്ഞാൽ വിശ്വസിക്കുന്ന അറിയില്ല. ട്രസ്റ്റ് മീ ഗൈസ്, ഈ ആർച്ച് വേ കംപ്ലീറ്റ്ലി ഒറിജിനലാണ്, ഡയറക്റ്റ്ലി ഇമ്പോർട്ടഡ് ഫ്രം ചൈന. ഇതിൽ കാണുന്ന എല്ലാ കൊത്തുപണികൾക്കും സിമ്പിൾസിനൊക്കെ ചൈന റിലേറ്റഡ് ആയിട്ടുള്ള കുറേ സ്റ്റോറീസ് പറയാനുണ്ട്. ഇതൊന്നും പറയാൻ എനിക്കറിയില്ല. ഞാൻ സത്യത്തിൽ അത്ഭുതപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ വേറൊരു രാജ്യത്ത് വന്ന് ഇങ്ങനൊരു കമ്മ്യൂണിറ്റി ഇത്രയ്ക്കും എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്. അതൊരു അത്ഭുതമാണ് കേട്ടോ. തിരക്കുള്ള റെസ്റ്റോറൻറ്റിലെ ഭക്ഷണം ടേസ്റ്റ് ഉണ്ടാവും എന്നുള്ളൊരു ധാരണയാണ് എനിക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ചൈന ടൗണിൻ്റെ ഉള്ളിൽ ഏറ്റവും കൂടുതൽ തിരക്കുള്ളത് ഈ റെസ്റ്റോറൻറ്റിലായിരുന്നു. അപ്പോൾ ഇവിടെ കയറി ഇവരുടെ ഒരു ഓതൻറ്റിക് ഫുൾ കോഴ്സ് മീൽ കഴിക്കുക എന്നുള്ളതായിരുന്നു പ്ലാൻ എവിടെയാണ് പാളിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ചെന്നപ്പോൾ ഒരു ടേബിൾ പോലും ഫ്രീ ഇല്ല. എല്ലാ ടേബിളും ഓക്യുപ്പൈഡ് ആണ്. മുൻകൂട്ടി റിസർവ് ചെയ്തെങ്കിൽ മാത്രമേ ഇവിടെ കയറി ഇരുന്നിട്ട് ഒരു ഫുൾ കോഴ്സ് മീൽ കഴിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ മെനു കാർഡ് നോക്കിയിട്ട് ഒരു സ്നാക്സ് ഓർഡർ ചെയ്യുക എന്നുള്ളതായി തീരുമാനം. അങ്ങനെ കാർഡ് നോക്കി ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ള സ്നാക്സാണ് ഷുമായി. ഇത് ഇങ്ങനെയാണോ പ്രൊനൗൺസ് ചെയ്യാമെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ പ്രൊനൗൺസ് ചെയ്തു, അവർക്ക് ആ കാര്യം മനസ്സിലായി, അവരെനിക്ക് സ്നാക്സും തന്നു. ഞാനത് തുറന്നു നോക്കിയപ്പോഴാണ് അറിയണത് അതിൻ്റെ ഉള്ളിൽ 4 പീസോളം ഉണ്ട് കേട്ടോ. കുറച്ച് വലുതാണ്. പ്രത്യേകിച്ച് ഒരു മസാല ഫ്ലേവേർഡ് സ്മെല്ലൊന്നും ഉണ്ടായിരുന്നില്ല. ഇവരിത് കഴിക്കാൻ വേണ്ടി എനിക്ക് ചോപ്സ്റ്റിക്സും തന്നിരുന്നു. പക്ഷേ ഇത് വെച്ചിട്ട് എനിക്ക് കഴിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അറിയാത്തതുകൊണ്ടായിരിക്കും. ഇവർ അവകാശപ്പെടുന്നത് ഇത് ഇവരുടെ ഐക്കോണിക് സ്നാക്സ് ആണെന്നൊക്കെയാണ്. കാരണം ഏതൊരു ചൈനീസ് റെസ്റ്റോറൻറ്റിൽ പോയാലും ഷുമായി ഉണ്ടാവും എന്നാണ് പറയുന്നത്. അതിൻ്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ട്രഡീഷണൽ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പോർക്കും ഷ്രിമ്പും ആണത്ര. ഞാനപ്പോൾ അതേ സാധനമാണ് ഓർഡർ ചെയ്തത്. ഇത് വായിൽ വെച്ചപ്പോൾ എനിക്ക് തോന്നിയ ഇതെൻ്റെ ഐഡിയ എന്നാണെങ്കിലും പക്ഷെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം പോർക്കും ഷ്രിമ്പും ആവിയിൽ വെച്ച് വേവിച്ചാൽ എത്രത്തോളം ടേസ്റ്റ് ഉണ്ടാവും, ആ ടേസ്റ്റ് ഇതിനുണ്ടായിരുന്നു. പക്ഷെ അത് കംപ്ലീറ്റ്ലി ഹെൽത്തിയാണ്. ഈ ചൈന ടൗണിൻ്റെ ഉള്ളിൽ എവിടെ നോക്കിയാലും നമുക്ക് കാണാൻ പറ്റുന്നവരുടെ ഒരു ബിസിനസ്സാണ് കേട്ടോ ഈ സൂപ്പർ മാർക്കറ്റ്സ് എന്ന് പറയുന്നത്. ഒരുപാടുണ്ട് ഇവിടെ. ഞാൻ ആദ്യമായിട്ടാണ് കംപ്ലീറ്റ് ചൈനീസ് ഭക്ഷണങ്ങൾ മാത്രം ഉള്ള ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറുന്നത്. കൊള്ളാം. കാരണം കുറേ നമുക്ക് കഴിക്കാനും കുക്ക് ചെയ്യാനൊക്കെ പറ്റുന്ന കുറേ സാധനങ്ങൾ ഇവിടെ റീസണബിൾ പ്രൈസിനുണ്ടായിരുന്നു. സ്നാക്സ് ആണെങ്കിലും കുറേ ഫ്ലേവേഴ്സിലുള്ള നൂഡിൽസൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഇത്ര അധികം വെറൈറ്റി നൂഡിൽസ് ഒന്നും വേറെ കടകളിലൊന്നും കണ്ടിട്ടില്ല. ഇവരുടെ ഒരു മെയിൻ ഫുഡ് ഇതായതുകൊണ്ടാവും കേട്ടോ അത്രയധികം ഉണ്ട്. നിങ്ങൾ ആരെങ്കിലും ഇവിടെ ടൗണിൽ വന്നിട്ടുണ്ടെങ്കിൽ, ചൈന ടൗൺ എക്സ്പ്ലോർ ചെയ്യാനൊരു പ്ലാൻ ഉണ്ടെങ്കിൽ ഇവിടെ വരുമ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറി നോക്കിക്കോളൂ കേട്ടോ. നഷ്ടമൊന്നുമില്ല കയറി നോക്കുന്നതിൽ. കാരണം എന്തെങ്കിലുമൊക്കെ ഒരു സ്നാക്സ് അവിടെ നിന്ന് നമുക്ക് വളരെ റീസണബിൾ പ്രൈസിന് കിട്ടും. രസമാണ് മൊത്തത്തിൽ. ഞാനും ഈ ചൈനീസ് സൂപ്പർ മാർക്കറ്റ്സിൽ നിന്ന് 1-2 സ്നാക്സൊക്കെ മേടിച്ചായിരുന്നു കേട്ടോ. ഒരു സ്ട്രോബെറി ഫ്ലേവറിൽ വരുന്ന ഒരു പഫ് പേസ്ട്രി ഒക്കെ മേടിച്ചായിരുന്നു. ടേസ്റ്റ് ഉണ്ടായിരുന്നു. സ്വീറ്റ്സ് ആയിരുന്നെങ്കിലും നല്ലതായിരുന്നു കഴിക്കാൻ. അപ്പം ഞാൻ പറഞ്ഞില്ല, ഞാനിതിന് മുന്നേ ഒരു കംപ്ലീറ്റ് ചൈനീസ് സാധനങ്ങൾ മാത്രം കിട്ടുന്ന ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ടില്ല. അല്ലെങ്കിൽ കയറിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മൾക്കും ഇഷ്ടപ്പെടുന്ന പല സ്നാക്സുകളും അവിടെയും അവൈലബിൾ ആണ്. ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഗാലറി ഷോപ്പിൽ ഇത് ഇവിടെ ഒരു 35 ഇയേഴ്സിന് മുകളിലായിട്ട് പ്രവർത്തിച്ച് വരുന്നൊരു ഷോപ്പാണ് ഈ ചൈന ടൗണിൻ്റെ ഉള്ളിൽ. ചൈനീസ് കുറേ സാധനങ്ങൾ മേടിക്കാൻ കിട്ടുന്ന ഒരു ഷോപ്പ്. നല്ല സ്മെല്ലുണ്ടായിരുന്നു അതിൻ്റെ അകത്ത് കയറിയപ്പോൾ. ഒരു റീഫ്രഷ് ചെയ്യുന്നൊരു മണം. ഇതിൻ്റെ അകത്ത് മൊത്തത്തിലൊരു വൈബ്രൻറ്റ് റെഡ് കളറാണ് കേട്ടോ. അത് പിന്നെ ചൈന ആയതുകൊണ്ടായിരിക്കാം ഒരു റെഡ് കളറെന്ന് എനിക്ക് തോന്നുന്നു, എനിക്കറിയില്ല. പിന്നെ ഇവിടെ ടെമ്പിൾ ആർക്കിടെക്ചറിലുള്ള കുറേ സാധനങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഒരു വെറൈറ്റി ഹോം ഡെക്കോർ ഐറ്റംസ് നോക്കി നടക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ചൈന ടൗണിൽ വരിക, ഈ ഷോപ്പിലൊന്ന് കയറി നോക്കിക്കോളൂ, എന്തെങ്കിലുമൊക്കെ മേടിക്കാൻ കിട്ടും. കാരണം കുറേ വെറൈറ്റി സാധനങ്ങളുണ്ടായിരുന്നു ഇതിനകത്ത്. ഞാൻ ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിട്ടുള്ള സാധനം എന്ന് പറയുന്നത് ഡ്രാഗൺസിനെയാണ്. ഇവരുടെ അടുത്ത് പല വെറൈറ്റി ഷേപ്പിലുള്ള പല ഫോമിലുള്ള ഡ്രാഗൺസിൻ്റെ സ്റ്റാച്യു ആയിട്ടോ അതല്ലെങ്കിൽ ഹോം ഡെക്കോർ ഐറ്റംസൊക്കെ ഒരുപാട് അവൈലബിൾ ആണ്. എനിക്കറിയില്ല, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല.
ഈ ഞാൻ ആർച്ച് വേ കാണിച്ച സമയത്ത് അതിൻ്റെ മുകളിലുള്ള ചില കൊത്തുപണികളിലും ഡ്രാഗൺസ് ഉണ്ടായിരുന്നു. എനിക്ക് ഒരു ഡ്രാഗൺസിനെ അറിയുള്ളൂ, അത് ഗെയിം ഓഫ് ത്രോൺസിലുള്ള ഡ്രാഗണാണ്. ഈ ചൈനയും ഡ്രാഗൺസും തമ്മിലുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞു തരാൻ എനിക്ക് അത്രയ്ക്ക് അറിവില്ല. ഈ കാണുന്നതാണ് ലക്കി ക്യാറ്റ്സ്. ലക്കി ക്യാറ്റ്സ് ലെഫ്റ്റ് ഹാൻഡ് വീശിക്കൊണ്ടിരിക്കുന്ന ലക്കി ക്യാറ്റ്സിനെയും കാണാൻ പറ്റും, റൈറ്റ് ഹാൻഡ് വീശിക്കൊണ്ടിരിക്കുന്ന ലക്കി ക്യാറ്റ്സിനെയും കാണാൻ പറ്റും. ഈ ലെഫ്റ്റ് ഹാൻഡ് വീശുന്ന ലക്കി ക്യാറ്റ്സ് ഇവർ പറയുന്നത് റെസ്റ്റോറൻറ്റ്സിലൊക്കെ വെക്കുന്ന ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്ന ഒരു സാധനം. പക്ഷേ ഈ റൈറ്റ് ഹാൻഡ് വേവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ലക്കി ക്യാറ്റ്സിന് ഇവർക്ക് ഇവരുടേതായിട്ടുള്ള കുറേ മീനിങ്സ് ഉണ്ടെന്നാണ് ഇവർ പറയുന്നത്. അതായത് ഇപ്പോൾ വൈറ്റ് കളറിലാണെങ്കിൽ വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ മീൻ ചെയ്യുന്നു. ബ്ലാക്ക് കളറിൽ വേവ് ചെയ്യുന്ന ലക്കി ക്യാറ്റ് ആണെങ്കിൽ പ്രൊട്ടക്ഷനെയാണത് സിമ്പിൾ ചെയ്യുന്നത്. അങ്ങനെ പല കളറിലുള്ള വൈറ്റ്, റെഡ്, ബ്ലാക്ക് ഇങ്ങനെ 3 കളറിലായിട്ട് റൈറ്റ് ഹാൻഡ് വേവ് ചെയ്യുന്ന ലക്കി ക്യാറ്റ്സ് അവൈലബിൾ ആണ് ഈ ഷോപ്പിൽ. ഈ ലക്കി ക്യാറ്റ്സ് കംപ്ലീറ്റ്ലി ഒറിജിനേറ്റഡ് ഫ്രം ജപ്പാനാണ് കേട്ടോ. പക്ഷേ വേൾഡ് വൈഡായിട്ട് എല്ലാ ചൈനീസ് ഷോപ്പുകളിലും ലക്കി ക്യാറ്റ്സ് അവൈലബിൾ ആണ്. ഞാൻ പറഞ്ഞല്ലോ കുറേ ഹോം ഡെക്കോർ ഐറ്റംസ് ഉണ്ട്, പല വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ മേടിക്കാൻ ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഒരു വെറൈറ്റി സാധനങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ഈ ഷോപ്പിലൊന്ന് വന്ന് നോക്കിക്കോളൂ. നിങ്ങൾക്ക് പറ്റുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിലോ അല്ലേ. ഇവരുടെ ഒരു മെയിൻ സ്പോർട്സ് ആയിട്ടാണല്ലോ ഈ മാർഷൽ ആർട്സ്. അപ്പോൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന സ്പോർഡാണ് കേട്ടോ അത്. ഉപയോഗിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞത് ഇങ്ങനത്തെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള സ്പോർട്സാണ്. അതിൻ്റെ മിനിയേച്ചർ ഫോമിലുള്ള ഡെക്കോർ ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ്. ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ അകത്ത് കയറിയപ്പോൾ നല്ല സ്മെല്ലുണ്ടായിരുന്നു. അത് ഈ ഇവിടെ വെച്ചിരിക്കുന്ന ഇങ്ങനത്തെ സാധനങ്ങൾ കത്തിച്ച് വെച്ചതൊക്കെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ അതാണോ എന്നുള്ളത് മണത്ത് നോക്കുകയായിരുന്നു. ഇതിൻ്റെ അകത്ത് കയറിയപ്പോഴുള്ള സ്മെല്ലാണെങ്കിൽ എനിക്ക് മേടിക്കാമെന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ ആ സ്മെല്ലിലുള്ള സാധനങ്ങളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ പറക്കണ്ട, ചൈനീസ് ടൗണിലുള്ള ആ റെസ്റ്റോറൻറ്റ്സിൻ്റെയും സൂപ്പർ മാർക്കറ്റ്സിൻ്റെയൊക്കെ അടുത്തുള്ള ടീല ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഗാലറി ഷോപ്പ് രസമാണ് കയറി കാണാൻ. വരികയാണെങ്കിൽ ഒന്ന് കയറി നോക്കൂ കേട്ടോ. റീസെൻ്റ്ലി എൻ്റെ ഒരു അഡിക്ഷനാണ് കേട്ടോ ബബിൾ ടീ. പുറത്തിപ്പോൾ എവിടെ പോയാലും ഒരു ബബിൾ ടീ അത് നിർബന്ധമാണ്. തായ്വാനിന്ന് ഒറിജിനേറ്റ് ചെയ്ത ഡ്രിങ്കാണ് അത്രേ ബബിൾ ടീ എന്ന് പറയണം. ഈ കടയെ കാണാനും കടയുടെ അകത്ത് കയറിയപ്പോഴുള്ള ഒരു ആംബിയൻസും ഇവരിത് മേക്ക് ചെയ്യുന്നത് കാണാനും എന്തിനു പറയണം, എനിക്ക് ഇവരുടെ യൂണിഫോം വരെ ഇഷ്ടമായി. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. പറഞ്ഞത് ഈ ബബിൾ ടീ മേക്ക് ചെയ്യുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു. ഇവരുടെ നമ്മളെ നാട്ടിലൊക്കെ ഇത് ഒരു 3-4 വർഷം മുന്നേ ഈ ബബിൾ ടീ ഭയങ്കര വൈറലാണല്ലേ. ഞാൻ ഈ ഇവിടെ എത്തിയിട്ടാണ് ഇത്ര അധികം ഫ്ലേവേഴ്സിലുള്ള, അത്ര വെറൈറ്റി ആയിട്ടുള്ള, അത്ര ടേസ്റ്റി ആയിട്ടുള്ള ബബിൾ ടീ ഒക്കെ കഴിക്കുന്നത് ഇവിടെ എത്തിയിട്ടാട്ടോ. ഇവരുടെ 2 സിഗ്നേച്ചർ ആയിട്ടാണുള്ളത്. ഒന്നൊരു മാംഗോ ബബിൾ ടീയും പിന്നെ ഒരു ബോബോ മിൽക്ക് ടീയും. ഞാൻ മേടിച്ചത് ബോബോയാണ്. നമ്മൾ പറയില്ലേ ആദ്യ ലുക്ക് തന്നെ നമുക്ക് ഇഷ്ടപ്പെടുന്ന പറയില്ലേ. എനിക്ക് ഈ സാധനം എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ തന്നെ എനിക്ക് ഉറപ്പായിരുന്നു ഈ സാധനം ടേസ്റ്റ് ഉണ്ടാവും എന്നുള്ളത്. ഫസ്റ്റ് സിപ്പിൽ ഞാൻ പറയാം ഇറ്റ്സ് 10 out of 10. വേർത്താണ്, വയറ് നിറയും, നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതിന് മുന്നേ ഇനി നിങ്ങളാരെങ്കിലും ഇത് കഴിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ഞാൻ ഇതിന് മുന്നേ ഈ ടേസ്റ്റിലുള്ള സാധനം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. സ്റ്റിൽ നിങ്ങൾ വിശ്വസിക്കുകയോ അറിയില്ല, സ്റ്റിൽ എനിക്കുണ്ടല്ലോ ഈ ഡ്രിങ്കിൻ്റെ ടേസ്റ്റ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അത്ര നല്ലതായിരുന്നു. ഇതാണ് പിക്കാഡിലി ഗാർഡൻസ്. പിക്കാഡിലി ഗാർഡൻസിൽ എന്നും തിരക്കാണ് കേട്ടോ, എന്നും ആൾക്കാരാണ്, ഭയങ്കര ക്രൗഡഡാണ് ഇവിടെ. ഒരു വീക്കെൻഡ് ആയിരുന്നില്ല ഞാൻ വന്നത്, പക്ഷേ എന്നിട്ടും ഇവിടെ ആൾക്കാരുണ്ടായിരുന്നു. ഇതാണ് പിക്കാഡിലി ഗാർഡൻസിലെ ഫുഡ് സ്ട്രീറ്റ്, അല്ലെങ്കിൽ സ്ട്രീറ്റ് ഫുഡ് കിട്ടുന്ന സ്ഥലങ്ങൾ. ഈ ഷോപ്പുകൾ ഇവിടെ വർഷങ്ങളായിട്ട് ഇവിടെ ഉണ്ട്. ഏകദേശം രാവിലെ ഒരു 11 മണിയാകുമ്പോൾ ഈ ഷോപ്പുകളൊക്കെ ഓപ്പൺ ആവും. പിന്നെ വൈകിട്ട് ഒരു 6 മണി വരെ ഇതൊരു നോർമൽ ഡേയ്സിൽ ഇത് വർക്കിംഗ് ആണ്. ഞാൻ നേരിട്ട് വരുന്നത് ഈ നൈജീരിയൻ ആഫ്രിക്കൻ ഷോപ്പിലേക്ക് എന്താ ആദ്യം വന്നതെന്ന് വെച്ചാൽ ഇവരിപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഈ ഫുഡായിട്ടും എൻ്റെ ഫേവറേറ്റ് ലിസ്റ്റിലുള്ള ഒരു ഐറ്റമാണ്. ഞാനിവിടെ വരുന്ന സമയത്ത് വാങ്ങി കഴിക്കാറുണ്ട്. ഇവരിപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ചിക്കനാണ്. ഞാൻ ആ ചേച്ചീനോട് ചോദിക്കുകയായിരുന്നു നിങ്ങളിത് ചിക്കനാണോ മട്ടനാണോ എന്നുള്ളത്. പുള്ളിക്കാരി ഇത് ചിക്കനാന്ന് പറഞ്ഞു. ഞാൻ അതിന് മുന്നേ ഇവരുടെ ഒന്ന് കഴിച്ചിട്ടുള്ളത് മട്ടൻ്റെ സാധനമാണ് കേട്ടോ. ഇതൊരു ജലഫോ റൈസ് കൂട്ടിയിട്ടാണ് കഴിക്കേണ്ടത്. അപ്പോൾ പുള്ളിക്കാരൻ്റെ അടുത്ത് വരുന്നതാണ് ജലഫോ റൈസ്. കണ്ടു കഴിഞ്ഞാൽ നമ്മളൊരു ബിരിയാണി അരി പോലെ തോന്നുമെങ്കിലും പക്ഷേ വേറൊരു ടേസ്റ്റാണ്, വേറൊരു ഫ്ലേവറാണ്, വേറൊരു സ്മെല്ലുണ്ട് അതിന്. ഈ റൈസിന് ഒരു പ്രത്യേക ഒരു മസാല സ്മെല്ലുണ്ട് അതിന്. ഈ നൈജീരിയൻ ആഫ്രിക്കക്കാരുടെ ഒരു സ്പെഷ്യൽ റൈസ് ഐറ്റാണ് ജലഫോ റൈസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ക്വാണ്ടിറ്റി ഉണ്ടല്ലോ, ഇത് ശരിക്കും നമ്മളുടെ വയറ് നിറയും. നമ്മൾ കഴിച്ചു കഴിയുമ്പോൾ ഒരു ട്രേ കംപ്ലീറ്റ് ഈ റൈസും വലിയ പീസ് ചിക്കനും, ബോൺലെസ് ചിക്കനാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വയറങ്ങ് നിറയും. പക്ഷേ എനിക്കിതിൻ്റെ ടേസ്റ്റൊന്നും അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നില്ല. ഞാനിതിന് മുന്നേ അത് കഴിച്ചിട്ടുള്ളതുകൊണ്ട് ഇതിൻ്റെ ഔട്ട്കം എന്താണെന്നുള്ളൊരു ഐഡിയ എനിക്കുണ്ടായിരുന്നു. മഴയ്ക്കൊരു സാധ്യത ഉണ്ട് കേട്ടോ. പെട്ടെന്ന് വീട്ടിൽ പോകാനായി പ്ലാൻ. തിരിച്ച് വീട്ടിലേക്ക് പോകേണ്ടതും ട്രാവലാണ് കേട്ടോ. അപ്പോൾ ഈ ഫുഡ് സ്ട്രീറ്റിൻ്റെ ഫ്രണ്ടിലൂടെ നടന്നപ്പോഴാണ് ഈ ബർഗർ ഷോപ്പ് കാണുന്നത്. അപ്പോൾ ഇവിടെ നിന്നൊരു സിംഗിൾ ബർഗറും കൂടി ഓർഡർ ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ സ്ട്രീറ്റ് ബർഗർ ഇതിന് മുന്നേ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പുറത്തെ പുള്ളി എൻ്റെ ബർഗറിൻ്റെ ആണെന്ന് തോന്നുന്നു കണ്ടിട്ട്. അതിൻ്റെ ബേസാണ് പുള്ളിക്കാരൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് തോന്നുന്നു എനിക്ക്.
ഇതാണ് ബർഗറിൽ വെക്കുന്ന പാറ്റി. ഇത് പുള്ളി കുക്കൊക്കെ ചെയ്ത് ബർഗറിൽ വെച്ച് തരും. ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതിലേറെ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഈ ബർഗർ. ക്വാണ്ടിറ്റി വൈസ് നല്ലതായിരുന്നു. എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഞാനൊരു സിംഗിൾ ലെയർ ബർഗർ ഓർഡർ ചെയ്തത് നന്നായിരുന്നു. കാരണം സിംഗിളായിട്ട് തന്നെ നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. ബർഗർ കഴിക്കുന്നതിന് മുന്നേ വിശപ്പ് കൊണ്ടുള്ള ദാഹം, അങ്ങനെ ഒരു ബബിൾ ടീ. ബർഗർ കഴിച്ചു കഴിഞ്ഞപ്പോൾ വേറൊരു തരത്തിലുള്ള ദാഹം. എന്തെല്ലാം തരം ആചാരങ്ങളാണല്ലേ. അങ്ങനെയാണ് ഈ ബ്ലാങ്ക് സ്ട്രീറ്റ് എന്ന് എഴുതിയ ഈ ഷോപ്പിൽ കയറിയിട്ട് ഈ ഡ്രിങ്ക് വാങ്ങി കഴിക്കണം കേട്ടോ. ഇത് കിട്ടാൻ വേണ്ടി കുറച്ചധികം നേരം ക്യൂ നിന്നിട്ടുണ്ട്. പക്ഷെ അത് കുടിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഒരു കുറച്ച് അണ്ടർ റേറ്റഡ് അല്ലേ. പക്ഷേ എല്ലാവരുടെ ടേസ്റ്റും ഇഷ്ടങ്ങളൊക്കെ വേറെ വേറെ ഇല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എനിക്കറിയാം എൻ്റെ തള്ളും പ്രഹസനമൊക്കെ കേട്ട് സഹിച്ച് ഈ വീഡിയോ കംപ്ലീറ്റ് ചെയ്ത് കണ്ടതിന് ഒരുപാട് താങ്ക്സ് എൻ്റെ ഫ്രണ്ട്സ്. സോ അണ്ടിൽ ദ നെക്സ്റ്റ് വീഡിയോ, AF Swati here signing off from Manchester. See you on the next one and don't forget to like, subscribe and drop a comment. So bye.